മാന്യമായിട്ട് പറഞ്ഞതാണ് ഒരു രീതിയിൽ അക്രമ സംഭവങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ രീതിയിൽ മാന്യമായിട്ട് പറഞ്ഞത്. അല്ലാതെ നമ്മൾ പോയിട്ട് അത് പറിച്ചു കാടുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അക്രമ സ്വഭാവമോ നമ്മുടെ ഈ ക്യാമ്പസ് അഴിച്ചു വിട്ടിട്ടില്ല. നല്ല രീതിയിൽ ഈ ക്യാമ്പസ് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് മാന്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ അവരോട് ആ രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് എന്തായാലും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തോന്നിയ പോലെ ആയിക്കോ എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം ഞായറാഴ്ച വരെ നമ്മൾ സമയം കൊടുത്തു, എന്നിട്ട് അവർ മാറ്റിയില്ല. മാത്രമല്ല ഞായറാഴ്ച വൈകുന്നേരമാണ് നമ്മുടെ രീതിയിൽ നമ്മുടെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ അവരുടെ മുമ്പിൽ ആ ഫ്ലക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാനം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് വരികയായിരുന്നെങ്കിൽ മാന്യമായിട്ട് സമാധാനപരമായിട്ട് ഈ ക്യാമ്പസിൽ വെച്ച് ചർച്ച ചെയ്ത് തീർക്കണമായിരുന്നു ഈ എല്ലാ പ്രശ്നങ്ങളും. അതിന് പകരം അവർ പുറത്തുനിന്ന് ആൾക്കാരും പുറത്തുനിന്ന് ആർഎസ്എസിന്റെ ചിന്തകളെയും കൂട്ടിക്കൊണ്ട് ഈ ക്യാമ്പസിലേക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്നലെ രാവിലെ ക്യാമ്പസിൽ വെളിയിലുള്ള ആൾക്കാരെ ക്യാമ്പസിലേക്ക് കയറ്റിക്കൊണ്ട് നമ്മൾ കെട്ടിയ തോരണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലക്സും പറിച്ചു കാണിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടായി ചോദിക്കാൻ തന്നെ സഖാക്കളോട് മാന്യമായിട്ടല്ല അല്ലെങ്കിൽ ആ സമാധാനപരമായിട്ടല്ല അവർ പെരുമാറിയത്. അതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്യാമ്പസിൽ ഇറങ്ങിയത്. അവർ പുറത്തുനിന്ന് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഈ ഒരു അക്രമ പ്രവണത അല്ലെങ്കിൽ ആ രീതിയിലുള്ള നമുക്കെതിരെയുള്ള ഈ അക്രമത്തെ ചോദ്യം ചെയ്യാൻ പോയ നമ്മുടെ വിദ്യാർത്ഥികളെ ഒരു മാന്യതയും കൂടാതെ തന്നെ അവർ പറഞ്ഞ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ തുടർന്ന് ധൈര്യമുള്ള ആരാണ് ഈ ക്യാമ്പസിലുള്ളത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് തൊട്ട് നോക്കൂ. ഈ ക്യാമ്പസിന് ഒരുത്തം പോലും ഒരു SFIക്കാരൻ പോലും ജീവനോടെ ഈ ക്യാമ്പസ് വിട്ടുപോകില്ല എന്ന രീതിയിലുള്ള ഭീഷണി മുഴക്കിക്കൊണ്ടാണ് അവരുടെ മാന്യത ഈ ക്യാമ്പസിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ വളരെ മാന്യമായിട്ട് തന്നെ മര്യാദയ്ക്ക് തന്നെ എല്ലാ സമയം കൊടുത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ മര്യാദകളും പാലിച്ചുകൊണ്ട് ഈ ക്യാമ്പസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. അത് മാത്രമല്ല അതിന്റെ ഭാഗമായിട്ടുണ്ടായ വാക്തർക്കത്തിലും അതുപോലെ തന്നെ ഈ അടിപൊളിയിലുമാണ് അല്ലെങ്കിൽ ഉത്തുന്തള്ളിലാണ് ഈ രീതിയിലുള്ള പരിക്കുകളൊക്കെ ഈ ക്യാമ്പസിലെ ആൾക്കാർക്ക് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ABVP ഈ ക്യാമ്പസിൽ ഒരു സ്ട്രൈക്ക് എടുത്തു. നിങ്ങൾ എല്ലാവരും കാണുമല്ലോ. അവർ പറഞ്ഞ കാര്യം എന്താ, ഇവിടുത്തെ മുമ്പത്തെ സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ ABVPയുടെ വലിയ നേതാവായിരുന്ന അജയ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ക്യാമ്പസിലെ SFIയുടെ കാടന്മാർ അല്ലെങ്കിൽ അക്രമി സംഘങ്ങൾ ഈ ക്യാമ്പസിലെ ഗുണ്ടകളെ SFIയുടെ ഗുണ്ടകളെ ഇറങ്ങി ആക്രമിച്ചുകൊണ്ട് തലയ്ക്ക് പരിക്കേൽപ്പിച്ചു പറയുന്നു. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ 7ഉം 11 സ്റ്റിച്ചുമായിട്ട് നമ്മുടെ ക്യാമ്പസിലെ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹോസ്പിറ്റലാണ്. അതൊന്നും നമ്മുടെ രാഷ്ട്രീയ മര്യാദ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണിച്ച രാഷ്ട്രീയ മര്യാദ കിട്ടിയ പ്രതിഫലം എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഒരു അക്രമമായിട്ടല്ല നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കുക, എങ്ങനെയാണ് അവർക്ക് പരിക്ക് പറ്റിയെന്നുള്ള കാര്യം. കല്ലുകൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കമ്പി കൊണ്ടോ ഒന്നുമല്ല അവർക്ക് പരിക്കരുത്. മാരകമായിട്ട് മൂർച്ചയുള്ള കത്തി പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുന്നതിന്റെ ഫലമായിട്ടാണ് അവരെ കൈക്കും അതുപോലെ തന്നെ ഒരാളുടെ മുഖത്തിനും പരിക്കേറ്റത്. ഒരാൾക്ക് 7 സ്റ്റിച്ചും അതുപോലെ ഒരാൾക്ക് 11 സ്റ്റിച്ചാണ് ഈ ക്യാമ്പസിലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത്. അത് മാത്രമല്ല ആ രീതിയിലാണ് അല്ലെങ്കിൽ ആ രീതിയിൽ അവസാനിപ്പിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പോയപ്പോൾ എന്നിട്ട് പോലും ഒരു സമാധാനപരമായിട്ട് ഈ പ്രശ്നം തീർക്കാം എന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അവരെ ABVPക്കാർ ഈ ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം രാത്രി ചെയ്തത് എന്താണ്? ഈ ക്യാമ്പസ് നമ്മളാണല്ലോ SFIക്കാർ, നമ്മൾ പറയുന്ന ഈ ക്യാമ്പസിലെ ആൾക്കാർ വിശ്വസിക്കേണ്ട. പക്ഷേ ഈ ക്യാമ്പസിലെ MH താമസിക്കുന്ന സകല വിദ്യാർത്ഥികളും കഴിഞ്ഞ ദിവസം മനസ്സമാധാനത്തോടെ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് നിങ്ങൾ ഓരോരുത്തരും അന്വേഷിച്ച് നോക്കുക. ഈ കഴിഞ്ഞ ദിവസം 10-40 RSSകാരാണ് നമ്മുടെ ഈ MHലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ ക്യാമ്പസിലെ ഓരോ SFIക്കാരെ തെരഞ്ഞുപിടിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുക അല്ലെങ്കിൽ വെട്ടി നശിപ്പിക്കുക അല്ലെങ്കിൽ വെട്ടി മാറ്റുക എന്ന രീതിയിലേക്ക് RSSകാർ മാരകായുധങ്ങളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ MHലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ ബ്ലോക്കിലും കയറിയിട്ട് ഓരോ റൂമിലും കയറിയിട്ട് ആരാണ് SFIക്കാർ, ആരാണ് ഈ ക്യാമ്പസിലെ SFIക്കാരെന്ന് ചോദിച്ചുകൊണ്ട് പുറത്തുള്ള RSSകാർ ഈ ക്യാമ്പസിലെ ഈ MHലേക്ക് ഒരു ഭീകരാന്തരം സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു രാത്രി ഈ ക്യാമ്പസിനെ മുഴുവൻ നിർത്തിക്കൊണ്ടാണ് കടന്നു പോയിട്ടുള്ളത്. ഇതാണോ അവർ പറയുന്ന രാഷ്ട്രീയ മര്യാദ? ഇതാണ് അവർ പറയുന്നത് SFIക്കാരാണ് അക്രമികളെ, SFIക്കാരാണ് ഗുണ്ടകളെ, SFIക്കാരാണ് ഈ ക്യാമ്പസിലെ കാടന്മാര് എന്ന രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ തന്നെ ആലോചിക്കുക, എല്ലാ രാഷ്ട്രീയ മര്യാദയും പാലിച്ചുകൊണ്ട് സമാധാനപരമായിട്ട് ഈ ക്യാമ്പസ് മുന്നോട്ട് പോകുന്ന ആഗ്രഹിച്ചാണ് ഇതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാമ്പസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അക്രമങ്ങൾക്കും SFIക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾക്കും അതുപോലെ ഭീഷണിയൊക്കെ ഉണ്ടായ സമയത്ത് ഈ ക്യാമ്പസിലെ വിഷയങ്ങളെ ഈ ക്യാമ്പസ് തന്നെ തീർക്കണം, ഈ ക്യാമ്പസിലെ ആൾക്കാർ വഴി തീർക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയ മര്യാദ പാലിച്ചുകൊണ്ടാണ് SFI ഇതിനെ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് SFIക്കെതിരെയുള്ള ഒരു ഭീഷണിക്കും അല്ലെങ്കിൽ SFIക്കെതിരെയുള്ള ഒരു കടന്നാക്രമണത്തിനും SFI അല്ലാതെ പുറത്തുനിന്ന് ഒരു ഘടകങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഘടകങ്ങളോ DYFIയുടെ ഘടകങ്ങളോ ഈ ക്യാമ്പസിലേക്ക് കടന്നു വരാൻ വരുന്നത് അത് രാഷ്ട്രീയ മര്യാദയാണ്. കാരണം ഈ ക്യാമ്പസിലെ വിഷയങ്ങളെ ഈ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളെ ഈ ക്യാമ്പസിനുള്ളിലുള്ള സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ പരിഹരിച്ചു തീർക്കുക എന്നുള്ള രീതിയിലേക്ക് അത് രാഷ്ട്രീയ മര്യാദയാണ്. പക്ഷേ ABVP ചെയ്തെന്താ, അവർക്ക് പുറത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള RSSകാരെ ആ ഒരു ധൈര്യത്തിന്റെ പേരിൽ ഈ ക്യാമ്പസിലേക്ക് ഒരു രാഷ്ട്രീയ മര്യാദയും പാലിക്കാതെ ഈ ക്യാമ്പസിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ നശിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പസിന്റെ ആ ഒരു സമാധാനമായ തകർക്കാവുന്ന രീതിയിലേക്കാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രണ്ട് സഖാക്കളെ ഈ രീതിയിൽ മാരകമായി പരിക്കേറ്റുകൊണ്ട് ഹോസ്പിറ്റലും അതുപോലെ തന്നെ കഴിഞ്ഞൊരു രാത്രി
MH ഒരൊറ്റ വിദ്യാർത്ഥി പോലും മനസ്സമാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് അക്രമമായിട്ട് RSS ഈ ക്യാമ്പസിലേക്ക് കടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് SFI ഈ ക്യാമ്പസിൽ ഈ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾക്കും അതുപോലെ തന്നെ ക്യാമ്പസിന്റെ രാഷ്ട്രീയ മര്യാദകൾക്കും അതുപോലെ തന്നെ ഈ ക്യാമ്പസിന്റെ ക്രമസമാധാനത്തിനും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ഈ ക്യാമ്പസിൽ വേണം. ഈ ക്യാമ്പസിലുള്ള ഓരോ വിഷയങ്ങളും ഈ ക്യാമ്പസിലെ ഓരോ വിദ്യാർത്ഥികളും അറിയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് ഇന്ന് ഈ ക്യാമ്പസിലേക്ക് പഠിപ്പുമുടക്കി വേണ്ടി പ്രതിഷേധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പസിന്റെ ക്രമസമാധാനം നമ്മളെ എത്രത്തോളം കെയർ ചെയ്യുന്നുള്ള കാര്യം ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രതിഷേധത്തെ നിങ്ങൾ ഉപയോഗിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഈ ക്യാമ്പസിലെ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തുള്ള SFIയുടെ ഓരോ സഖാക്കളെയും ഈ ക്യാമ്പസിലെ വളരെ വിദ്യാർത്ഥികളെയും ഇതുമായി സഹകരിച്ചിട്ടുള്ള അധ്യാപകരെയും എല്ലാവരെയും തന്നെ SFI GEC യുടെ പേരിൽ ഊഷ്മളമായി അഭിവാദിച്ചുകൊണ്ടിരുന്നതും അഭിവാദിക്കുന്നു.